ഹലോ വെൽക്കം ബാക്ക് ടു മൈ ടൈനി വേൾഡ്. നൂഡിൽസ് ഇഷ്ടപ്പെടുന്നവർക്കായി നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി എഗ് നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടത് 100 ഗ്രാം പ്ലെയിൻ നൂഡിൽസ്, അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം ആ വെള്ളം ഒന്ന് വാർത്ത് കളഞ്ഞ് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികളാണ് വേണ്ടത്. 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ബീൻസ്. ഇതെല്ലാം നല്ല ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. കോളിഫ്ലവർ ഇഷ്ടമുള്ളവർക്ക് കോളിഫ്ലവർ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5 മുതൽ 7 വരെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് വേണം. ഒരു പച്ചമുളക് നെടുകെ കീറിയെടുത്തതും വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സോസസ് ആണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ സോയ സോസ്, 3/4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 3/4 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇതാണ് ഇതിൻ്റെ മെയിൻ മസാല ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രയും എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് വേണം. 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓയിലിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയിൽ നിന്ന് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് നല്ല ഒന്ന് ചിക്കിയെടുക്കുക. അപ്പോൾ മുട്ട നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാനെന്നുണ്ടെങ്കിൽ 3 കോഴിമുട്ട വരെ നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ മിനിമം ഒരു 2 മുട്ടയെങ്കിലും എടുത്താലേ ആ നൂഡിൽസിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ചിക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇനി ബാക്കി എല്ലാ ചേരുവകളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആദ്യം കീറി വെച്ചിരിക്കുന്ന ആ പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ നൂഡിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന എല്ലാ പച്ചക്കറികളും ഒന്ന് സോട്ട് ചെയ്താൽ മാത്രം മതി, കൂടുതൽ വെന്ത് പോകണമെന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒന്നൊരു ഇച്ചിരി ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് വാടി കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനൊന്നൊരു ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി, കൂടുതൽ വേവിച്ചെടുക്കണം എന്നില്ല. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ക്യാപ്സിക്കം ഒക്കെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. റെഡ് കിട്ടും, യെല്ലോ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറൊക്കെ നൂഡിൽസിന്. അതൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. വേറെ ഒന്നും ഇല്ലെങ്കിലും ക്യാപ്സിക്കം നിങ്ങൾ വാങ്ങി ചേർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറികളെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ബാക്കി നേരത്തെ മുട്ടയ്ക്ക് ചേർത്തതിൻ്റെ ബാക്കിയുള്ള ആ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ മുളകിൻ്റെ എരിവനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ ഈ മുളക് ഒരെണ്ണം ഞാൻ കീറിയിട്ടതിൻ്റെ കാരണം എരിവ് ഇച്ചിരി കൂടുതലുള്ള മുളകാണ്. അതുകൊണ്ടാണ് ഞാനതൊന്ന് കീറിയിട്ടത്. കൂടുതൽ അരിഞ്ഞിട്ട എരിവ് കൂടിപ്പോവും. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ എരിവ് ഒന്ന് ചെക്ക് ചെയ്യുക. കൂടുതലാണെങ്കിൽ ആ മുളക് അങ്ങ് എടുത്ത് മാറ്റുക. അപ്പം നല്ലപോലെ ഒന്ന് സോട്ടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ സോസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ സോയ സോസ് 1.5 ടേബിൾ സ്പൂൺ, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതും കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് വേവുന്നതിൻ്റെ പരുവമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പിടിച്ച് അതിനെ വിരൽ വെച്ചൊന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന കണക്ക്, അതാണ് ഈ നൂഡിൽസ് വെന്തു എന്നുള്ള പരുവം. അപ്പോൾ അത് നമ്മളൊന്ന് എല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ കുത്തി ഇളക്കാതെ പതുക്കെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നൂഡിൽസ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പാത്രം തന്നെ വെച്ചൊന്ന് മറിച്ചിടാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം നല്ലപോലെ മിക്സായി കിട്ടും. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി എഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് ഇടയ്ക്ക് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഒരു വിഭവമാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നൂഡിൽസൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിയും ഒത്തിരി ഹെൽത്തിയാണ്. പച്ചക്കറികളും കാര്യങ്ങളും മുട്ടയെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.